സമരസജീവമായിരുന്നു എന്നും വി എസിന്റെ ജീവിതം. ജാതിപ്പേര് വിളിച്ച് കളിയാക്കിയ സവർണ സഹപാഠികളെ അരഞ്ഞാണമൂരി അടിച്ചോടിച്ച വിദ്യാലയകാലം മുതൽ നേടിയ പ്രതികരണബോധം കനൽകെടാതെ കാത്തുസൂക്ഷിക്കാൻ വി എസിന് കഴിഞ്ഞു. 1940 മുതൽ സജീവ കമ്മ്യൂണിസ്റ്റായി മാറിയ വി എസ് 1956 ജില്ലാ സെക്രട്ടറിയുമായി, 1954 ദേശീയ സമിതി അംഗമായ വി എസ് 1964 പാർട്ടിയിലെ വിഭജനത്തിന് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായി മാറി. 1980 മുതൽ 3 പ്രാവശ്യം പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി. 86 സഖാവ് വി എസ് പൊളിറ്റിക് ബ്യൂറോ അംഗമായി. ആദരവ് പിടിച്ചുപറ്റിയ പ്രതിപക്ഷ നേതാവുമായി വി എസ് മാറി. ചിട്ടയും ലാളിത്യവുമുള്ള ജീവിത രീതിയാണ് വി എസിന്റേത്. ചെയ്യുന്നതെല്ലാം കൃത്യതയോടെ വേണമെന്ന നിർബന്ധം. ഇങ്ങനെ മലയാളത്തിന്റെ മനസ്സറിഞ്ഞ മുഖ്യമന്ത്രിയുമായി. ആ തൊഴിലാളി വർഗത്തിന്റെ സ്നേഹവായ്പായ വി എസ് പുന്നപ്രയുടെ സമരസഖാവ് ഇന്ന് യാത്രയായി. സഖാവിന് 1000 ആദരാഞ്ജലികൾ.